ആദ്യം നമ്മൾ ഡേറ്റ്സിൻ്റെ കുരുവൊക്കെ കളഞ്ഞ് ഇവിടെ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ പാനിലേക്ക് നല്ലെണ്ണ ഒഴിക്കുക. നല്ലെണ്ണ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് കടുകിടുക. കടുക് പൊട്ടിക്കഴിഞ്ഞ് വറ്റൽമുളകും പിന്നീട് കറിവേപ്പിലയും ഇടുക. അത് കഴിഞ്ഞ് ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചത് ഇതിലേക്ക് ചേർത്ത് അതൊന്ന് ഇളക്കി ഒന്ന് ചെറുതായിട്ട് വഴറ്റി എടുക്കുക. അത് കഴിഞ്ഞ് 2 സ്പൂൺ മുളക് പൊടി ഇടുക. അതൊന്ന് ഇളക്കി എടുത്തതിന് ശേഷം പുളി പിഴിഞ്ഞൊഴിക്കേണ്ടതാണ്. ഇനി കായമാണ് ചേർക്കേണ്ടത്. കായപ്പൊടി ഇടാം. ഇവിടെ കായത്തിൻ്റെ കഷ്ണമാണ് ഇടുന്നത്. ഇനി അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഡേറ്റ്സ് ഇതിലേക്ക് ഇടാം. അത് കഴിഞ്ഞ് ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് ഇതൊന്ന് വെന്ത് കിട്ടാനായിട്ട് നമ്മൾ വെക്കണം. ഇനി ഇതൊന്ന് തിളച്ച് വരുമ്പോൾ ഇതിലേക്ക് ഉലുവാപ്പൊടി ചേർക്കാം. അതൊന്ന് ഇളക്കി എടുത്തതിന് ശേഷം 1 സ്പൂൺ വിനാഗിരി ഒഴിച്ചു കൊടുക്കാം. ഇനി അടുത്തത് കുറച്ച് ശർക്കര ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതൊന്ന് നന്നായിട്ട് ഇളക്കി എടുക്കുക. ഇനി ഇത് തിളയ്ക്കാനായിട്ട് വെക്കാം. ഒപ്പം നമുക്ക് വറ്റി കിട്ടേണ്ടതുമായിട്ടുണ്ട്. ഈ ഒരു പരുവത്തിലാണ് നമുക്ക് കിട്ടേണ്ടത്. അപ്പോൾ അത് ഡേറ്റ്സ് അച്ചാർ റെഡിയായി കഴിഞ്ഞു. ഇത് കാണുമ്പോൾ തന്നെ വായിൽ വെള്ളം വരും. നമുക്ക് ബിരിയാണിക്കൊക്കെയാണ് ഇത് സൂപ്പർ കോമ്പിനേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ബൈ.